പ്രിയപ്പെട്ടവരെ, ഇന്ന് സന്ധ്യാകാലം നമ്മുടെ ധ്യാനചിന്തയ്ക്ക് വിഷയമാകുവാൻ വേണ്ടി അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തൻ്റെ പ്രിയ ശിഷ്യനായ തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിലെ 4-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനം കേൾക്കുക. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. നമുക്ക് തലകൾ വണക്കാം, കണ്ണുകൾ അടയ്ക്കാം. കാരുണ്യവാനും സ്നേഹസ്വരൂപനുമായ ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹകരമായ ഈ സന്ധ്യാകാലത്തിനായി നന്ദിയോടെ സ്തോത്രം. ദേശത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന്, പല ഭവനങ്ങളിൽ നിന്ന്, പല ബദ്ധപ്പാടുകളിൽ നിന്ന് ഈ സന്ധ്യാകാലത്ത് നിന്റെ മക്കളാകുന്ന അടിയങ്ങളെ വിളിച്ച് ഈ പന്തലിന്റെ അനുഗ്രഹിക്കപ്പെട്ട പശ്ചാത്തലത്തിലേക്ക് നീ കൂട്ടിവരുത്തിയ വൻകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ആരും സ്വന്തം യോഗ്യതയാൽ ഇവിടെ വന്നതല്ല, കൃപയാൽ നീ ഞങ്ങളെ കൊണ്ടുവന്നതാണ്. പാദപീഠത്തിൽ ഇരുന്ന് തിരുമുഖത്തേക്ക് നോക്കുന്ന നിന്റെ മക്കളോട് മനസ്സലിവ് തോന്നണം കർത്താവേ. ദൈവമേ, ഞങ്ങൾ ഇരിക്കുന്ന പന്തലിന് മുകളിൽ പിന്നെയും സ്വർഗം തുറന്നു വയ്ക്കണമേ. സ്വർഗത്തിൽ നിന്ന് മാലാഖമാർ ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങുകയും കയറുകയും ചെയ്യണമേ. പരിശുദ്ധാത്മാവ് ശക്തമായി ഞങ്ങളിൽ വ്യാപരിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കുന്ന സന്ദേശം ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിക്കണമേ. വായിച്ച വേദഭാഗത്തെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു, വാഴ്ത്തി നുറുക്കി വിളമ്പണമേ. അവിടുന്ന് നിർത്തിയത് കൊണ്ട് നിന്റെ ബലഹീനദാസനോട് നിൽക്കുകയാണ് കർത്താവേ. അടിയനെ ആരും കാണല്ലേ, എഴുന്നള്ളി അടിയന്റെ മുൻപിൽ നിൽക്കണമേ. അടിയന്റെ ബലഹീന ശബ്ദം ആരും കേൾക്കല്ലേ. സ്വർഗത്തിൽ നിന്ന് കൽപ്പിച്ചരുളി ചെയ്യണമേ. സകല മഹത്വവും കർത്താവ് എടുക്കണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തന്റെ പ്രിയ ശിഷ്യനായ തിമോത്തിയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ നിന്നാണ് നാം വായിച്ചത്. 4-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനം. അപ്പോസ്തലൻ തന്റെ പ്രിയ ശിഷ്യനോട് പറയുകയാണ്, നീ വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഈ വാക്യം മുഴുവൻ ഇന്ന് രാത്രി പരിചിന്തനം ചെയ്ത് പഠിക്കുവാൻ നാം തീരുമാനിച്ചാൽ പുലരുവോളം നിങ്ങൾ ഇരിക്കേണ്ടി വരും, ഞാൻ ഇവിടെ നിൽക്കേണ്ടി വരും. അതിനുമാത്രം സംഗതികൾ ഈ വേദഭാഗത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത്ര വിപുലമായ പഠനത്തിലേക്ക് പോകുവാൻ ഇച്ഛിക്കുന്നില്ല. തിമോത്തിയോസിനുള്ള 2-ാം ലേഖനം പൗലോസ് ശ്ലീഹ എഴുതിയ അവസാനത്തെ ലേഖനമാണ്. റോമാപട്ടണത്തിൽ നീറോ കൈസരുടെ തടവറയിൽ കിടന്നുകൊണ്ട് അപ്പോസ്തലൻ എഴുതിയ ഒരു കാരാഗ്രഹ ലേഖനമാണ് ഇത്. ഈ ലേഖനം എഴുതിയ ശേഷം അപ്പോസ്തലൻ മറ്റ് ലേഖനങ്ങൾ എഴുതിയതായി ചരിത്രരേഖയില്ല. ക്രൈസ്തവ സഭ 1-ാം നൂറ്റാണ്ടിൽ അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്ന ചരിത്രം നമുക്കറിയാം. റോമൻ കൈസറിന്റെയും അവന്റെ അനുയായികളുടെയും പീഡന പരമ്പരകൾ കൂടാതെ യഹൂദമതത്തിന്റെ ഉന്നതാധികാരികൾ അഴിച്ചുവിട്ട പ്രക്ഷുബ്ധതകളും പ്രക്ഷോഭങ്ങളുമായി സഭാമക്കൾ അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഈ പീഡന പരമ്പരകൾ സഭ സഹിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ തന്നെ സഭയ്ക്കുള്ളിൽ വിശ്വാസപരമായ ചില വിഷയങ്ങളിൽ ചില പോരാട്ടങ്ങൾ കൂടെ ഉടലെടുത്തു എന്നുള്ളതാണ് ആദിമസഭയെ വല്ലാതെ ഉലച്ചു കളഞ്ഞ സംഗതികൾ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ കുരിശുമരണവും ഉയർപ്പ് മൂലമുള്ള രക്ഷയും സംബന്ധിച്ച് സുവിശേഷത്തിന് നിരക്കാത്ത വ്യാജ ഉപദേശങ്ങൾ ഉയർന്നു കേട്ടപ്പോ, അതിൽ പലരും വശീകരിക്കപ്പെട്ടു പോകുന്നു എന്ന് കണ്ടപ്പോ അപ്പോസ്തലനായ പൗലോസ് തന്റെ ശിഷ്യനെ പ്രബോധിപ്പിച്ചുകൊണ്ട് എഴുതുകയായിരുന്നു ഈ ലേഖനം. അതുകൊണ്ട് തന്റെ പ്രിയ മകനായ തിമോത്തിയോസിനെ അഭിസംബോധന ചെയ്ത് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ജാഗ്രതയോടെ കർത്താവിന്റെ നല്ല ഭടനായി നീ കഷ്ടം സഹിക്കുക. അപ്പോസ്തലനായ പൗലോസ് ശിഷ്യനോട് പറഞ്ഞത്, നീ ജാഗ്രതയോടെ കർത്താവിന്റെ നല്ല ഭടനായി കഷ്ടം സഹിക്കുക. എല്ലാ ക്രിസ്ത്യാനികളോടുമായി പറഞ്ഞതാണത്. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി കഷ്ടം സഹിക്കുക. കഷ്ടം സഹിക്കുക എന്ന് പറഞ്ഞാൽ
അത് കേൾക്കാൻ പോലും നമുക്ക് ഇഷ്ടമില്ല പ്രിയപ്പെട്ടവരെ. സഹനശേഷി തെല്ലുമില്ലാത്ത, ഒട്ടും സഹനം അനുഭവിക്കാൻ താല്പര്യമില്ലാത്ത ഒരു തലമുറയാണ് ആധുനിക തലമുറ എന്ന് പറഞ്ഞാൽ അതിശയോക്തി തെല്ലുമില്ല. ഇവിടെ നിൽക്കുന്നവരാരും കഷ്ടതയെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അച്ഛൻ വിചാരിക്കുന്നില്ല. എല്ലാവരും സുഖലോലുപത തേടുന്നവരാണ്. സുഖം എവിടെ കിട്ടുമെന്നതാണ് എല്ലാവരുടെയും അന്വേഷണം. ആത്മീയതയുടെ പിന്നിൽ പോലും ഈ സുഖാന്വേഷണമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റുണ്ടെന്ന് അച്ഛന് തോന്നുന്നില്ല. നമുക്കൊരു പാട്ടുണ്ടല്ലോ, ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾക്ക് ആനന്ദദായകം എന്ന് തുടങ്ങുന്നത്. ആ പാട്ട് അങ്ങനെ പാടുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ ആളുകളുടെ വിചാരം ക്രിസ്തീയ ജീവിതം സുഖമാണ്, ആനന്ദമാണ് എന്നുള്ളതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം ഒരിക്കലും സുഖലോലുപതയുടെ ജീവിതമല്ല. അത് ക്രിസ്തീയ ജീവിതത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാതെ പോയത് കൊണ്ടുള്ള അപജയവും അപകടവുമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ക്രിസ്തീയ ജീവിതം ഉൾക്കിരീടധാരണത്തിന്റെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം കുരിശു ചുമക്കലിന്റെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം കുരിശിൽ തറയ്ക്കപ്പെടലിന്റെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം മുള്ളു നിറഞ്ഞ പാതയിലൂടെയുള്ള, കല്ല് നിറഞ്ഞ പാതയിലൂടെയുള്ള സഞ്ചാരത്തിന്റെ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം മുൾമെത്തയിൽ ശരശയ്യയിലുള്ള ഉറക്കമാണ്. ക്രിസ്തീയ ജീവിതം സുഖലോലുപതയുടെ ജീവിതമല്ല. ശിരസിൽ ഒരു മുൾക്കിരീടം ഇല്ലാതിരിക്കില്ല ഒരു ഉത്തമ വിശ്വാസിക്ക് ഒരിക്കലും. ഒരു ഉത്തമ വിശ്വാസിയുടെ ചുമലിൽ ഒരു കുരിശ് ഇല്ലാതിരിക്കുകയില്ല ഒരിക്കലും. ഹല്ലേലൂയ. യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ആ വിശ്വാസി കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കും മുഴു സമയവും. കുരിശ് ചുമലിൽ ഇല്ലെങ്കിൽ, മുൾക്കിരീടം ശിരസിൽ ഇല്ലെങ്കിൽ, കുരിശിൽ തറയ്ക്കപ്പെട്ടിട്ടില്ലെങ്കിൽ കുഞ്ഞെ നീ ഇപ്പോഴും ഒരു ഭക്തനല്ല, ഭക്തയല്ല, ക്രിസ്ത്യാനിയായി തീർന്നിട്ടില്ല എന്ന സത്യം ഇപ്പോൾ ഇവിടെ നിലനിൽക്കുകയാണ്. ഇത് കേൾക്കാൻ ഒട്ടും സുഖമില്ലാത്തത് കൊണ്ടാകണം നിങ്ങൾ ജ്ഞാനവനരായിട്ടിരിക്കുന്നത്. പക്ഷേ സത്യത്തിനൊരു മുഖമേ ഉള്ളു പ്രിയപ്പെട്ടവരെ, അത് മറച്ചു വയ്ക്കാൻ ഒക്കില്ല. അത് പറയുമ്പോൾ മൂകമായി ഇരുന്നിട്ട് കാര്യമില്ല. ഇതെല്ലാം അച്ഛന്റെ താല്പര്യത്തിന് പറയുന്നതാണെന്ന് നിങ്ങളാർക്കെങ്കിലും വിചാരമുണ്ടെങ്കിൽ ആ വിചാരം തെറ്റാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ തിരുവചനത്തിൽ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി: കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രയോ വട്ടം നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ്, ഞാൻ ഹല്ലേലൂയ പറയുമ്പോൾ നിങ്ങൾ ഹല്ലേലും വയ്യ എന്ന് പറയരുതെന്ന്. പക്ഷെ ഈ പ്രാവശ്യവും നിങ്ങൾ അത് തന്നെ ആവർത്തിച്ചു. അതുകൊണ്ടാണ് ഞാൻ 3 വട്ടം പറയേണ്ടി വന്നത്. ഇനി ആവർത്തിക്കരുത്. ഹല്ലേലൂയ. കഷ്ടം അനുഭവിപ്പാൻ നാം നിയമിക്കപ്പെട്ടിരിക്കുന്നു. We are appointed. നമ്മെ അതിനുവേണ്ടി നിയമിച്ചിരിക്കുകയാണ്. മാമോദീസായുടെ ദിവസം എന്നെയും നിങ്ങളെയും കഴുകി വെടിപ്പാക്കി ശുഭ്രവസ്ത്രം ധരിപ്പിച്ച് മുദ്രമോതിരവും അണിയിച്ചിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് ഓർഡർ എഴുതി തമ്പുരാൻ കയ്യിൽ തന്നത് എന്തെന്നാൽ, ഇന്നു മുതൽ ഈ ലോക ജീവിത യാത്ര തീരുന്നത് വരെ നിന്നെ കഷ്ടമനുഭവിപ്പാൻ ഞാൻ നിയമിച്ചിരിക്കുന്നു. ഈ അപ്പോയിന്റ്മെന്റ് ഓർഡർ കയ്യിൽ കിട്ടാത്തവരോ കൈപ്പറ്റിയിട്ട് ഇന്ന് വരെ തുറന്നു നോക്കാത്തവരോ ആണ് കഷ്ടം വേണ്ട, കഷ്ടം വേണ്ട എന്ന് നിരന്തരം നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് ക്രിസ്ത്യാനിയുടെ അവകാശമാണ്. ആമേൻ. ക്രിസ്ത്യാനികളെ വന്നവരൊക്കെ അന്നേരം ഒരു ആമേൻ പറഞ്ഞു, അല്ലാത്തവർ മിണ്ടിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതം സുഖലോലുപതയുടെ ജീവിതമല്ല. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ തിരുവചനം കൂടെ ചേർത്ത് വായിക്കുക. ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. ഹല്ലേലൂയ. ക്രിസ്തു യേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ടാകും. യഥാർത്ഥ ഭക്തനാണോ, യഥാർത്ഥ ഭക്തയാണോ, ഉപദ്രവമുണ്ടാകും. ഒരു ഉപദ്രവം ഉണ്ടാകുന്നില്ലെങ്കിൽ നീ ഭക്തനല്ല, ഭക്തയല്ലെന്ന് നീ തന്നെ തിരിച്ചറിഞ്ഞുകൊള്ളണം. മാങ്ങയുള്ള മാവിലെ ഏറുകൊള്ളുകയുള്ളൂ, ഏറുകൊള്ളുന്നുണ്ടെങ്കിൽ മാങ്ങ കായ്ച്ചിട്ടുണ്ട്. ഒരു വിശ്വാസിക്ക് പീഡനമുണ്ടെങ്കിൽ നിശ്ചയം ഫലമുണ്ട് എന്നുള്ളതാണ് അതിന്റെ കാരണം. ഈ ഏറ് കിട്ടുന്നില്ലെങ്കിൽ, ഉപദ്രവം ഉണ്ടാകുന്നില്ലെങ്കിൽ നീ ഒരു ഭക്തനായിട്ടില്ല, ഭക്തയായിട്ടില്ല എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ജാഗ്രതയോടെ കർത്താവിന്റെ നല്ല ഭടനായി
കഷ്ടം സഹിക്കുക. ഹല്ലേലൂയ. അപ്പോസ്തലൻ തന്റെ ശിഷ്യനോട് പറഞ്ഞത് ഇന്ന് നമ്മോടും പറയുകയാണ്. പിന്നെ യൗവനമോഹങ്ങളെ വിട്ടോടുക. യൗവനമോഹങ്ങളെ വിട്ടോടുവാൻ പറഞ്ഞത് യൗവനക്കാരനായിരുന്ന തിമോഥെയോസിനോടാണ്. ഇന്നിവിടെ യൗവനക്കാരും വഴിതെറ്റിപ്പോലും വന്നതായി കാണുന്നില്ല. തല നരച്ചവരും നരമറച്ചു വെച്ചവരുമായ കുറെ വയോവൃദ്ധരായ മനുഷ്യരല്ലാതെ യൗവനക്കാർ ഇവിടെ വന്നിട്ടില്ല. പിന്നെ ഇത് ആരോട് പറയാൻ? എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് യൗവനക്കാരെക്കാൾ കൂടുതൽ യൗവനമോഹങ്ങൾക്ക് വശംവദരായിരിക്കുന്നത് വൃദ്ധതയിലെത്തിയവരാണ് എന്നുള്ളതാണ് പരമാർത്ഥം. ഒരു ഉദാഹരണം പറയാം. ഇവിടെ ഇരിക്കുന്ന അമ്മമാർ പലരും പാലടുപ്പത്ത് വെച്ചിട്ട് പിന്നെ അവരുടെ സ്മാർട്ട് ഫോണിലേക്ക് തിരിഞ്ഞ് അതിനകത്ത് എന്തൊക്കെയോ പലരെയും നോക്കിയും കൊണ്ടിരുന്നപ്പോ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ 7 പാത്രവും 9 പാത്രവും കത്തിച്ചു കളഞ്ഞവർ ഇതിനകത്തിരിപ്പുണ്ട്. യൗവനമോഹങ്ങൾക്ക് വശംവദരായത് കൊണ്ടാണ് അവർ കുനിഞ്ഞ് മുഖം പൊത്തി ചിരിക്കുമ്പോൾ അറിയാം ആരൊക്കെയാ പാത്രം കത്തിച്ചതെന്ന്. തരത്തിന് പാത്രം വാങ്ങാൻ വീട്ടിൽ നിന്ന് ഭാര്യ പറയുമ്പോ എന്താണ് ഇതിന്റെ കാരണമെന്ന് കാരണവന്മാർ അറിഞ്ഞിട്ടില്ല. ഈ അപ്പച്ചന്മാരും അതുപോലെയൊക്കെ തന്നെയാണ്. ഈ കഴിഞ്ഞ ആഴ്ച ഒരു വീട് സന്ദർശിക്കാൻ പോയി. ഞാനും എന്റെ കൂടെ ഒരു കൊച്ചച്ഛനും ഉണ്ടായിരുന്നു, വേറെ ഒരു മനുഷ്യനുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ വീട്ടിൽ ചെല്ലുമ്പോൾ രാവിലെ 11 മണി. അവരെ സീരിയസ് ആയിട്ട് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കോളിംഗ് ബെൽ അടിച്ചപ്പോ ഇഷ്ടക്കേടുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് കുടുംബനാഥൻ 2 ഇടിക്കും കൈ കുത്തിപ്പിടിച്ച് ചോദിച്ചു, എന്താ വന്നേ? ഒന്ന് കാണാനും ഒന്ന് സംസാരിക്കാനും ഒന്ന് പ്രാർത്ഥിക്കാനും വന്നതാണ്. എന്നിട്ട് ഇയാൾ ഏതുമല്ലാതെയാക്കി തിരിഞ്ഞു നടക്കുമ്പോ ഒപ്പം ഞാനും ചെന്നു. അപ്പോഴകത്ത് നിന്ന് ഈ അമ്മ എഴുന്നേറ്റിട്ടില്ല. ആരാ വന്നേന്ന് നോക്കാനുള്ള ലക്ഷണമില്ല. 70-ലധികം പ്രായമുണ്ട്. അമ്മ ഇരുന്ന് ഈ സീരിയൽ എങ്ങനെ സീരിയസ് ആയിട്ട് കാണുകയാണ്. ഞാൻ അകത്തേക്ക് കയറുന്നുവെന്ന് കണ്ടപ്പോ അപ്പച്ചൻ അമ്മച്ചിയോട് പറഞ്ഞു, അതങ്ങോട്ട് ഓഫ് ചെയ്യടി. എനിക്കുള്ളൊരു വാണിംഗ് ആയിരുന്നു. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യുന്ന ഒരു സ്വഭാവക്കാരനല്ല. തെല്ല് ധിക്കാരം പണ്ട് കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ അകത്തേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ അമ്മ അനങ്ങിയിട്ടില്ല. അത് കണ്ടുകൊണ്ടിരിക്കുക. ഓഫ് ചെയ്യാൻ. അപ്പോൾ ഇത് എഴുന്നേറ്റ് മനസ്സോടെ അമ്മച്ചി ഓഫ് ചെയ്തു. എന്നിട്ട് അമ്മച്ചി നോക്കി ഒന്ന് ചിരിച്ചു. ആ ചിരി ഒരു ആക്കിയ ചിരിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇപ്പോഴത്തെ ഒരു കഥയും ഗതിയും എന്ന് ഞാൻ പതുക്കെ പറഞ്ഞു തുടങ്ങിയെന്നേ ഉള്ളൂ. യൗവനമോഹങ്ങളെ വിട്ടോടുവാൻ പറഞ്ഞതിൽ കാരണവന്മാരും പെടുമെന്നാണ് സൂചിപ്പിച്ചത്. വീണ്ടും പറയുന്നു, നീ ദൈവവചനം ധൈര്യത്തോടെ പ്രസംഗിക്കുക. നിന്റെ വിചാരണയും കീഴിലുള്ള ജനത്തെ ദീർഘക്ഷമയോടും ശുഷ്കാന്തിയോടും കൂടെ പരിപാലിക്കുക. ഒടുവിൽ പറയുന്നു, നീ സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. എന്തുമാത്രം കാര്യങ്ങളാ ചർച്ച ചെയ്യാനുള്ളത്. അതെല്ലാം ചർച്ച ചെയ്യാൻ നിന്നാൽ നേരം പുലരുമല്ലോ. അവസാനം പറഞ്ഞത് മാത്രമാണ് ഇന്നത്തെ ചിന്താവിഷയം. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. അന്നത്തേതിനേക്കാളധികം ഇന്ന് പ്രസക്തമാണ് ഈ ചിന്താവിഷയം. പ്രിയപ്പെട്ടവരെ, ഈ ലേഖനത്തിലെ പ്രബോധനങ്ങൾ മുഴുവനും അങ്ങനെ തന്നെയാണ്. ഒരുങ്ങി നിൽക്കുക. സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക. രാത്രിയിലും പകലിലും ഒരുങ്ങി നിൽക്കുക. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഒരുങ്ങി നിൽക്കുക. പ്രിയപ്പെട്ട ദൈവമക്കളെ, പ്രഭാതത്തിലും പൂർവാഹനത്തിലും മധ്യാഹനത്തിലും അപരാഹനത്തിലും സായാഹനത്തിലും ഒരുങ്ങി നിൽക്കുക. ഒരുങ്ങി നിൽക്കുക. ഒരുങ്ങി നിൽക്കുക. ഇന്ന് സന്ധ്യാകാലത്ത് ഈ പന്തലിൻ പരിസരത്തും വന്ന് ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ കർത്തൃവചനം കാതോർക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അട്ടഹസിച്ച് വിളിച്ചു പറയുന്നത് എന്തെന്നാൽ, ഒരുങ്ങി നിൽക്കുക. സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. നിങ്ങൾ പൂരിപ്പിക്കുന്ന ഓർത്ത ഞാൻ ഒന്ന് മൗനം ആചരിച്ചു. നിങ്ങൾ മിണ്ടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആരാണ് ഒരുങ്ങി നിൽക്കേണ്ടത്? ആരോടാണിത് പറയുന്നത്? ഒന്ന്, വിശുദ്ധ മാമോദീസായുടെ റൂഷ്മായാൽ മുദ്ര കുത്തപ്പെട്ടവരെ, സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരെ, സ്വർഗരാജ്യത്തിലെ പ്രജകളായി ചേർത്തു വയ്ക്കപ്പെട്ടവരെ, ദൈവത്തിന്റെ പ്രിയമക്കളെ, ഒരുങ്ങി നിൽക്കുക. ഹല്ലേലൂയ.
വിശുദ്ധ മാമോദീസായുടെ റൂഷമായാൽ മുദ്ര കുത്തപ്പെട്ടവരും സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരും സ്വർഗരാജ്യത്തിലെ പ്രജകളെന്ന പദവി പൗരത്വം നേടിയവരും ദൈവത്തിന്റെ പ്രിയ മക്കളുമായവരെ ഒരുങ്ങി നിൽക്കുക. അങ്ങനെ ആരെയെങ്കിലും നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ല. കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അയ്യോ കഷ്ടം. അത് ഞാനാണ്, അത് നിങ്ങളാണ്, അത് നമ്മളാണ്. ഹല്ലേലൂയ. മാമോദീസ ഏറ്റതല്ലേ? സ്വർഗത്തിലെ ജീവപുസ്തകത്തിൽ അന്നേ പേരെഴുതിയതല്ലേ? നമ്മുടെ പൗരത്വമോ ഭൂമിയിലല്ല സ്വർഗത്തിലാണെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ് നമുക്ക് സ്വർഗീയ പൗരത്വം നൽകിയതല്ലേ? അല്ലേ? അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടിയിട്ടില്ലെന്ന ഉറപ്പിലല്ലേ ഇവിടെ ഇരിക്കുന്നത് തള്ളിപ്പിടിച്ച്? നമ്മൾ അവിടുത്തെ സിറ്റിസൺസ് ആണ്. ഹല്ലേലൂയ. നാം ദൈവത്തിന്റെ പ്രിയ മക്കളാണ്. അതുകൊണ്ട് സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കേണ്ടത് ആരാ? നമ്മളല്ല, ഞാൻ. ഹല്ലേലൂയ. എല്ലാ കാര്യവും പൊതുവായിട്ട് വിട്ടേക്കുക. എന്തൊരു ബഹുമാനം. ആരാ ഒരുങ്ങി നിൽക്കേണ്ടത്? ഞാനാണ് ഒരുങ്ങി നിൽക്കേണ്ടത്. ആരാണ് ഒരുങ്ങി നിൽക്കേണ്ടത്? രണ്ടാമത്തെ ഉത്തരം, സ്വർഗമണവാളനായ യേശു മശിഹായിക്ക് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടവളും മുദ്രമോതിരമണിഞ്ഞവളുമായ കർത്താവ് യേശു മശിഹായുടെ മണവാട്ടിയേ, നീ ഒരുങ്ങി നിൽക്കുക. ആരാണത്? സഭയാണ്. എനിക്ക് ബന്ധമൊന്നുമില്ല. ഈ സഭ എന്ന് പറഞ്ഞാൽ ആരാ? മണവാട്ടി. മണവാട്ടി എന്ന് പറഞ്ഞാൽ ആരാ? സഭ. അപ്പൊ ഞാനാരാ? ഞാനാണ് ഈ മണവാട്ടി. ഹല്ലേലൂയ. നിങ്ങളാണ് ഈ മണവാട്ടി. ഒരുങ്ങി നിൽക്കേണ്ടത് ഞാനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുങ്ങാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പാട്ട് എത്ര വേണേലും പാടാം, കൂട്ടായ്മ എത്ര വേണമെങ്കിലും കൂടാം. ഒരുങ്ങലൊക്കെ ബുദ്ധിമുട്ടാണ്. നിൽക്കട്ടെ. ആരാണ് ഒരുങ്ങി നിൽക്കേണ്ടത്? രണ്ടുത്തരം പറഞ്ഞു. മൂന്നാമത്തെ ഉത്തരം, തന്റെ ഗൃഹവിചാരകത്വം ദാസന്മാരെ ഫലമേൽപ്പിച്ചിട്ട് ദൂരദേശത്ത് പോയിരിക്കുന്ന യജമാനൻ കണക്ക് നോക്കാൻ അപ്രതീക്ഷിതമായി വരുമെന്നുള്ളതിനാൽ ചുമതലപ്പെട്ടിരിക്കുന്നവരെ, യജമാനൻ മടങ്ങി വരാൻ കാത്തിരിക്കുന്ന ദാസന്മാരെ, ഒരുങ്ങി നിൽക്കാം. ആമേൻ. കണക്ക് ബോധിപ്പിക്കാൻ ഒരുങ്ങി നിൽക്കാം. എല്ലാവരും മ്ലാനവദനരായി. പ്രയാസമാണെന്ന് മനസ്സിലായി. സുഖമില്ല ഒട്ടും കേൾക്കാൻ. ഇതെന്റെ റെസ്പോൺസിബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത് എന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെ ഇവിടെ പലരും വളരെ മ്ലാനവദനരായിരിക്കുന്നു. പക്ഷെ കാര്യമില്ല. ആമേൻ. അപ്പോൾ ഒരുങ്ങി നിൽക്കേണ്ടത് ആരാണ്? മൂന്നുത്തരം പറഞ്ഞു. ആവർത്തിക്കുന്നില്ല, സമയമില്ല. അപ്പോൾ ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഒരുങ്ങി നിൽക്കേണ്ടത്? എന്താണ് അതിന്റെ കാരണം? ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞതിന്റെ കാരണം എന്താ? രണ്ടാമത്തെ ചോദ്യം, അതിന്റെ ഉത്തരങ്ങൾ. ഒന്നാമത്തെ ഉത്തരം, ഇത് ദുഷ്കാലമാകയാൽ, മരണം പതിയിരിക്കുന്ന കാലമാകയാൽ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്തു വേണമെങ്കിലും സംഭവിക്കുമെന്നുള്ളതിനാൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി, ഔചിത്യബോധമില്ലാത്ത കോമാളിയായി മരണദൂതൻ പടികടന്നെത്തുന്ന നിമിഷമേതെന്നറിയായികയാൽ ജാഗ്രതയോടെ ഒരുങ്ങി നിൽക്കുക. സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. ഇനി ഒരു സത്യം പറയട്ടെ, ഇവിടെ നിൽക്കുന്ന എനിക്കോ ഇരിക്കുന്ന നിങ്ങൾക്കോ അടുത്ത നിമിഷത്തിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, ഇല്ല. പറഞ്ഞില്ലേ, ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി, ഔചിത്യബോധമില്ലാത്ത കോമാളിയായി മരണദൂതൻ പടികടന്നെത്തുന്ന നിമിഷമേതെന്നറിയായികയാൽ ജാഗ്രതയോടെ ഒരുങ്ങി നിൽക്കുക. ഈ കേരളത്തിലെ ഒരു അറിയപ്പെടുന്ന സാംസ്കാരിക നായകൻ ഒരു കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പ്രസംഗിക്കാനായിട്ട് പടികയറിപ്പോയി.
അവിടുത്തെ ലിഫ്റ്റ് അന്ന് കേടായിരുന്നു. നടന്നാണ് കയറി ചെന്നത്. മുകളിൽ ചെല്ലുമ്പോൾ ചെറിയൊരു പ്രയാസം തോന്നി. ഹാർട്ട് ബീറ്റ് വല്ലാതെ കൂടി, ശ്വാസതടസ്സം തോന്നി. അദ്ദേഹം ഇരുന്നു, വെള്ളം കുടിക്കാൻ കൊടുത്തു. ഹോസ്പിറ്റലിൽ പോകണമോ എന്ന് കൂടെയുള്ളവർ ചോദിച്ചു. കുഴപ്പമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നു. കേരളത്തിലെ മുഖ്യധാര മീഡിയകളൊക്കെ ക്യാമറ തുറന്ന് അദ്ദേഹത്തിന്റെ മുഖത്തിന് നേരെ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പ്രഭാഷണം തുടങ്ങി. ഏതാനും ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോ എന്നൊരു വലിച്ചിട്ട് കുഴഞ്ഞു താഴെ പോയി. മീഡിയയിലൂടെ ലോകം മുഴുവൻ അത് ലൈവായിട്ട് കണ്ടു. നിങ്ങൾ കണ്ടു കാണില്ല, നിങ്ങൾക്ക് വേറെ ജോലി ഉണ്ടായിരുന്നു. ഞാൻ കണ്ടതാ. ദൈവമക്കളെ, നിന്ന നിൽപ്പിൽ താഴെ പോയി. ഇപ്പോൾ ഒരു പ്രതിഭാസമല്ലേ? ഇരിക്കുന്ന ആളുകൾ കുഴഞ്ഞു വീണ് മരിച്ചു, നിൽക്കുന്ന ആളുകൾ കുഴഞ്ഞു വീണ് മരിച്ചു, നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്നിങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? ഇതിങ്ങനെ പറഞ്ഞപ്പോ എന്റെ ഒരു സ്നേഹിതൻ അച്ഛൻ ഒരിക്കൽ തിരുത്തി പറഞ്ഞു, അച്ഛാ, കുഴഞ്ഞു വീണ് മരിച്ചതല്ല, പിന്നെ മരിച്ചപ്പോ കുഴഞ്ഞു വീണതാണ്. അപ്പോഴാണ് എനിക്ക് കത്തിയത്. അതാണ് സത്യം. കുഴഞ്ഞു വീണ് മരിച്ചതല്ല, മരിച്ചപ്പോ കുഴഞ്ഞു വീണതാണ്. മരിച്ചാ പിന്നെ നിൽക്കാൻ പറ്റില്ല, വീഴും. മരിച്ചാ പിന്നെ ഇരിക്കാൻ പറ്റില്ല, വീഴും. അന്നേരം ഈ കുഴഞ്ഞു വീഴുന്നത്. അതിനു മുമ്പേ പോയി. ആരാദ്യം വീഴുമെന്ന് ആർക്കറിയാം? ഒരുങ്ങിയിട്ടുണ്ടോ? ആമേൻ. അതാണ് ചോദ്യം. ഒരുങ്ങിയിട്ടുണ്ടോ? മനുഷ്യന്റെ ജീവൻ യാക്കോബ് ശ്ലീഹ എഴുതുന്നത് ഇങ്ങനെയാണ്, 4-ാം അധ്യായത്തിന്റെ 14-ാം തിരുവചനം. മനുഷ്യന്റെ ജീവൻ ഇപ്പോൾ കാണുന്നതും ക്ഷണത്തിൽ മാഞ്ഞു പോകുന്നതുമായ ആവി എത്രയാകുന്നു. ഹല്ലേലൂയ. ഈ ആവി ആവി എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ അത് നല്ല ബോധ്യമുണ്ട്. ഇപ്പോഴെല്ലാം ആധുനിക കാലത്ത് ഈ അച്ഛൻ ആദ്യം പറഞ്ഞ മൊബൈൽ ഫോണിൽ ഓർഡർ ചെയ്ത് വരുത്തി കഴിക്കുന്ന ഒരു പതിവും പാരമ്പര്യവും ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആരെങ്കിലും അടുപ്പിൽ കത്തിക്കുന്നുണ്ടോ എന്ന് ആർക്കറിയാം? അടുപ്പിൽ കത്തിക്കുന്നവർക്ക് ഒരു കാര്യം അറിയാം. സഹോദരിമാരൊക്കെ പ്രഷർ കുക്കറിൽ പാചകം ചെയ്യുന്നവരാണെന്നാണ് അച്ഛൻ്റെ ഒരു വിചാരം. പ്രഷർ കുക്കറിൽ ആഹാരമിട്ടടച്ച് അടുപ്പത്ത് വെച്ചടിയിൽ തീയും കൊടുത്ത് അല്പനേരം കാത്തിരുന്നാൽ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് ത്രികോണാകൃതി അതിന്റെ മുകളിലൂടെ പ്രിയപ്പെട്ടവരെ നീരാവി പറക്കുന്നത് കാണാം. കണ്ടിട്ടുണ്ടോ? 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 ഉണ്ണാൻ പോലും അടുക്കളയിലോട്ട് പോകത്തില്ലാത്തവരുണ്ടെന്ന് ചിലപ്പോ കണ്ടു കാണുമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ നീരാവി കാണുമ്പോ കണ്ണും കടയ്ക്കണം. 1 2 3 4 5 6 7 8 9 10 എന്ന് വേഗത്തിൽ എണ്ണിയിട്ട് കണ്ണങ്ങ് തുറക്കണം. നീരാവി കാണും? കാണും. ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല. ഒന്ന് പരീക്ഷിച്ച് നോക്ക്. 10 വരെ എണ്ണണ്ട, 5 വരെ എണ്ണിയാ മതി. കണ്ണു തുറക്കുമ്പോ നീരാവി കാണില്ല, മാഞ്ഞു പോകും. ഇതുപോലെയാണ് മനുഷ്യ, നിന്റെ ജീവൻ ഇപ്പോൾ കാണും, ക്ഷണത്തിൽ കാണാതെയാകും. ഇന്ന് വായിച്ച 90-ാം സങ്കീർത്തനം ഓർമ്മയില്ലേ പ്രിയപ്പെട്ടവരെ? മനുഷ്യന്റെ ആയുസ് 4 വിരൽ നീളം, അത്രയേ ഉള്ളൂ. അത് ചാഞ്ഞു പോകുന്ന നിഴൽ പോലെ അത്രേ. അതിരാവിലെ എഴുന്നേറ്റ് സൂര്യൻ പ്രതിമുഖമായി നിന്നാൽ നീളമുള്ള നിഴൽ കാണാം. പക്ഷെ നോക്കി നോക്കി നിന്നാൽ ആ നിഴലിന്റെ നീളം കുറഞ്ഞു കുറഞ്ഞു വരുന്നത് കാണാം. നട്ടുച്ച നേരത്ത് നോക്കിയാൽ നിഴൽ കാണില്ല, അത് എന്നോട് പറ്റിച്ചേർന്നിരിക്കുന്നു. എന്നാൽ സായങ്കാലത്ത് വീണ്ടും സൂര്യന് പ്രതിമുഖമായി നിന്നാൽ കൊടുങ്കാറ്റ് വേഗത്തിൽ നിഴൽ ഓടിപ്പോകുന്നത് കാണാം. ചാഞ്ഞു പോകുന്ന നിഴൽ പോലെയാണ് മനുഷ്യ ജീവിതം. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസം അത്രയാകുന്നു. പുറത്തേക്ക് പോയ ശ്വാസം തിരിച്ചകത്തേക്ക് എടുക്കാൻ ഒത്തില്ലെങ്കിൽ ആളെ പെട്ടിയിലേക്ക് എടുക്കും. ഇത്രയേ ഉള്ളൂ ഞാനും നിങ്ങളും. ഞെട്ടിയിട്ട് കാര്യമില്ല, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കാനാണ് വചനം പറയുന്നത്. ആമേൻ. ഒരുങ്ങിയിട്ടുണ്ടോ? ഒരുങ്ങിയിട്ടുണ്ടോ? മരിക്കാൻ ഒരുങ്ങിയിട്ടുണ്ടോ? അച്ഛാ, ഇത്തിരി കൂടെ മഴയത്തിൽ കുറച്ചുകൂടി ശാന്തമായിട്ട് സൗമ്യമായിട്ടൊക്കെ ഒന്ന് ചോദിക്കരുതോ എന്ന് നിങ്ങൾ എന്നോട് താക്കീത് ചെയ്യുന്നത് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇത് ഞാനല്ല. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവത്രേ സംസാരിക്കുന്നത്. ഞാൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്ര
മഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. എല്ലാവർക്കും അറിയാം, പക്ഷേ കൂടുതൽ പേര് പാടിയിട്ടില്ല. പേടിച്ചിട്ടാ ഞാൻ പറന്നു പോകും. ഹല്ലേലൂയ. എൻ പ്രയാണകാലം 4 വിരൽ നീളം. ഈ 4 വിരൽ നീളം എന്ന് പറഞ്ഞാൽ എത്ര വരും? 1 വിരൽ, 2 വിരൽ, 3 വിരൽ, 4 വിരൽ. അങ്ങനെയാ? അങ്ങനെ അളക്കാനാണ് നമുക്ക് ഇഷ്ടം. പക്ഷെ അതല്ല, ഇതാ 4 വിരൽ. 1, 2, 3, 4 ചേർത്ത് പിടിച്ച 4 വിരൽ. 1 വിരൽ കൊണ്ട് അളന്നാൽ 2 സെന്റിമീറ്റർ ബാക്കി പുറത്ത് നിൽക്കും. ഇത്രേ ഉള്ളൂ. ഞാനും നിങ്ങളും ഇത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത്രയേ ഉള്ളൂ എന്നറിയുമ്പോൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു. ആമേൻ. സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കണം. അപ്രതീക്ഷിതമായിട്ടത് സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു. 28ാമത്തെ വയസ്സിൽ രാത്രി 11 മണി വരെ എന്നോട് സംസാരിച്ചിരുന്നിട്ട് പിറ്റേന്ന് രാവിലെ 8 മണിക്ക് തിരിച്ചു വരാം, എന്നിട്ട് ഒരുമിച്ചൊരു യാത്ര പോകാമെന്നൊക്കെ പറഞ്ഞ് പിരിഞ്ഞതാ. വെളുപ്പാങ്കാലത്ത് ഫോൺ വന്നിരിക്കുന്നു, ആള് മരിച്ചുപോയെന്ന. 28കാരൻ മരിച്ചുപോയെന്ന് കേട്ട് ബന്ധപ്പെട്ട് അവിടെ ചെന്ന് ഞാൻ അവൻ കിടക്കുന്നത് കണ്ട് വെള്ളം പുതച്ച് കിടക്കുകയാണ്. ഞാൻ അവന്റെ അരികിൽ നിന്ന് അറിയാതെ അവനോട് ചോദിച്ചു, സുഹൃത്തെ, ഇന്നലെ രാത്രി 11 മണിക്ക് പിരിയുമ്പോ തനിക്ക് തരക്കേടൊന്നുമില്ലായിരുന്നല്ലോ, ഇതെങ്ങനെ സംഭവിച്ചടോ? ആ മനുഷ്യൻ എന്നോട് പറഞ്ഞ മറുപടി, അച്ഛാ, കഴിഞ്ഞ രാത്രി ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലേക്ക് നടന്നു പോരുകയായിരുന്നു. പിന്നിൽ ആരോ നടക്കുന്നത് പോലൊരു തോന്നൽ. തിരിഞ്ഞു നോക്കി, ആരെയും കണ്ടില്ല. തോന്നിയതെന്ന് വിചാരിച്ച് നടന്നപ്പോ തൊട്ടടുത്ത് ആരോ നടക്കുന്നത് പോലൊരു തോന്നൽ. ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോ തൊട്ടു പിന്നിൽ ഒരാൾ. ആരാ? പേടിക്കണ്ട, ഞാനൊരു ദൂതനാണ്, ദൈവം അയച്ചിട്ട് വന്നതാണ്. എൻ്റെ പേര് മരണദൂതൻ എന്നാണ്. അയ്യോ, അയ്യം വിളിക്കണ്ട, നിന്റെ ഭൗമലോക വാസകാലം തീർന്നു. നിന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാൻ ഉത്തരവായിരിക്കും. കൊണ്ടുപോകാൻ വന്നതാണ്. പോകാം. അയ്യോ, ഞാൻ എൻ്റെ വീട്ടിലൊന്ന് ചെല്ലട്ടെ, പ്രിയപ്പെട്ടവരോട് യാത്ര പറയട്ടെ. സാധ്യമല്ല. എനിക്കൊരു 5 മിനിറ്റ് 10 മിനിറ്റ് സമയം. സാധ്യമല്ല. ഞാനൊന്ന് ഓടി ചെന്നാൽ 2 മിനിറ്റ് മതി. സാധ്യമല്ല. ഞാൻ നിനക്ക് 1,00,000 രൂപ തരാം. സാധ്യമല്ല. 1 കോടി തരാം. സാധ്യമല്ല. സമ്പാദിച്ച സ്വത്ത് മൊത്തം തരാം. സാധ്യമല്ല. പിടിച്ചുകൊണ്ടുപോയി. അങ്ങനെയാണ് ഞാൻ ഈ വെള്ളം ഉതച്ച് കിടക്കുന്നിടത്തെത്തിയത്. എന്നോട് പറഞ്ഞതാ. അപ്പൊ നിങ്ങൾ വിചാരിക്കും മരിച്ചു പോയവർ സംസാരിക്കുമെന്ന്. ഈ യാത്രയപ്പ് ശുശ്രൂഷയിൽ പാടുന്ന പാട്ടുകളൊക്കെ മിക്കവാറും ഈ കിടക്കുന്ന ആള് പാടുന്നതാണ്. നമ്മൾ നോക്കുമ്പോൾ അച്ഛന്മാരാ പാടുന്നത്, അല്ലെങ്കിൽ ഗായക സംഘമാണ് പാടുന്നത്. ഈ മനുഷ്യനത് പാടിപ്പറഞ്ഞത് ഇങ്ങനെയാണ്: രാത്രി നടന്നു പോകുകയായിരുന്നു തനിച്ച് ഞാൻ, അപ്പോഴാണ് പിന്നാലെ വന്നോം ദൂതൻ വീണാനൻ മീതെ വേഗം, ഞാൻ അറിയാതെന്നെ നേരെ കൂട്ടിക്കൊണ്ടയ്യോ പോയാൻ. ബാന്ധവരെ കാണാൻ അല്പം നിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചൻ, കേട്ടില്ലൻ വാക്യം ദൂതൻ, വാങ്ങിച്ചില്ലൻ കൈക്കൂലി. കൈക്കൂലി കൊടുത്ത് എന്തോ ഒരു കാര്യം നേടി വരാം നമ്മൾ. അവിടെ ഇതൊന്നും ചെലവാകത്തില്ല. ആമേൻ. അപ്പോ വന്നാൽ പിന്നെ കൂടെ പോകാതെ വേറെ തരമില്ലാത്തത് കൊണ്ട് ഒരുങ്ങി നിൽക്കണം. സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കണം. അതിനൊരു കാരണം കൂടെയുണ്ട്. മരിച്ചാൽ പിന്നെ മാനസാന്തരപ്പെടാമെന്ന് ആരും വിചാരിക്കേണ്ട. അതൊരു വ്യാമോഹം മാത്രമായിരിക്കും. ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇപ്പോഴാണ് രക്ഷാദിവസം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കും. ആമേൻ. ഇനി നമുക്ക് മുമ്പിൽ ഏറെ സമയമില്ല. അതുകൊണ്ട് സമയത്തും അസമയത്തും, രാത്രിയിലും പകലിലും, ഊണിലും ഉറക്കത്തിലും, പോക്കിലും വരവിലും, നിൽപ്പിലും നടപ്പിലും, പ്രഭാതത്തിലും പൂർവാഹനത്തിലും മധ്യാഹനത്തിലും അപരാഹനത്തിലും സായാഹനത്തിലും അർദ്ധരാത്രിയിലും വെളുപ്പങ്കാലത്തും ഒരുങ്ങി നിൽക്കുക. ഹല്ലേലൂയ. ഒരുങ്ങി നിൽക്കുക.
അപ്പോസ്തലൻ ശിഷ്യനോട് പറഞ്ഞതിന്റെ പൊരുളും അർത്ഥവും ഒക്കെ മനസ്സിലായി വരുന്നില്ലേ? ഒരുങ്ങി നിൽക്കുക. ആമേൻ, ആമേൻ, ആമേൻ. പ്രസംഗം തുടങ്ങിയിട്ടുള്ളൂ, തീർന്നിട്ടില്ല. അവശരാകരുത്, ഉണർന്നിരിക്കണം. എന്തുകൊണ്ട് ഞാൻ ഒരുങ്ങി നിൽക്കണം? ഒന്നാമത്തെ ഉത്തരം, മരണം എപ്പോൾ വരുമെന്നറിയായികയാൽ ഒരുങ്ങി നിൽക്കണം. ആരും സഹകരിക്കുന്നില്ല. മരണം എപ്പോൾ വരുമെന്നറിയായികയാൽ ഒരുങ്ങി നിൽക്കണം. എന്തുകൊണ്ട് ഞാൻ ഒരുങ്ങി നിൽക്കണം? രണ്ടാമത്തെ ഉത്തരം, എന്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ്. മശിഹായാണ് എന്റെ മണവാളൻ. മണവറയൊരുക്കിയിട്ട് മടങ്ങി വരാമെന്ന് വാഗ്ദത്തം ചെയ്ത മഹത്വത്തിന്റെ മണവാളൻ മഹോന്നതങ്ങളിലേക്ക് കരേറിപ്പോയതാണ്. മണവറയൊരുക്കി കഴിഞ്ഞ പിതൃനിയോഗപ്രകാരം മണവാളൻ മശിഹ മടങ്ങി വരും. മടങ്ങി വരുന്ന നിമിഷം ഏതെന്ന മണവാളന് പോലും അറിയില്ല. മനുഷ്യപുത്രന്റെ വരവിന്റെ നാളെന്ന് ഏതെന്ന് പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല. ഹല്ലേലൂയ. മനുഷ്യപുത്രന്റെ വരവ് മിന്നൽ കിഴക്ക് നിന്ന് പുറപ്പെട്ട് പടിഞ്ഞാറ് വരെ വിളങ്ങുന്നത് പോലെ ആയിരിക്കും. ആമേൻ. മിന്നൽ വരുന്നത് എപ്പോഴാണെന്ന് ആർക്കും അറിയില്ല, പക്ഷെ ഇടി വെട്ടുന്നത് എപ്പോഴാണെന്ന് എല്ലാവർക്കും അറിയാം. മിന്നൽ വന്നാൽ പുറകെ ഇടി വരുമെന്ന് ഉറപ്പാണ്, പക്ഷെ മിന്നൽ എപ്പോൾ വരുമെന്ന് അറിയില്ല. മനുഷ്യപുത്രന്റെ വരവും ഇതുപോലെ സംഭവിക്കുമെന്നല്ലോ പറഞ്ഞിട്ടുള്ളത്. വീണ്ടും പറഞ്ഞിട്ടുണ്ട്, അവൻ കള്ളനെ പോലെ വരും. കള്ളനായി വരുമെന്നല്ല, കള്ളനെ പോലെ വരും എന്ന് പറഞ്ഞാൽ മുന്നറിയിപ്പ് തന്നിട്ടല്ല കള്ളൻ കക്കാൻ വരുന്നത്. ഇപ്പോഴത്തെ ഹൈടെക് കള്ളന്മാരൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടൊക്കെ വരുമെന്നാണ് പറയുന്നത്. പക്ഷെ കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ആരോടും പറയാതെ, മുൻകൂട്ടി പറയാതെ വരും. സത്യത്തിൽ ഇത് യഹൂദ വിവാഹത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കർത്താവ് പഠിപ്പിച്ചതായ ഒരു സംഭവമാണ്. യഹൂദ മതത്തിലെ ഒരു വിവാഹ നിശ്ചയം നടക്കുന്നത് വധൂഗ്രഹത്തിലാണ്. മണവാളനും മണവാളന്റെ പിതാവും പരിവാരങ്ങളുമായി വധൂഗ്രഹത്തിൽ ചെന്ന് അവിടെ വെച്ച് കൂടിക്കാഴ്ചയൊക്കെ നടത്തി പരസ്പരം ബോധിച്ചാൽ മണവാളൻ മണവാട്ടിക്ക് ഒരു സമ്മാനപ്പൊതി കൊടുക്കും. മണവാളനെ മണവാളന്റെ അപ്പൻ കൂട്ടിക്കൊണ്ടുപോകും. ഇത് 1 മണിക്കൂർ കൊണ്ട് പറയേണ്ടതാണ് യഹൂദ വിവാഹം. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങ് ബ്രീഫ് ചെയ്യുവാണ്. ഒന്നും തോന്നരുത്. പ്രിയപ്പെട്ടവരെ, മണവാളന്റെ അപ്പം കൂട്ടിക്കൊണ്ടുപോകും വീട്ടിലോട്ട്. ചെന്നിട്ട് അവനോട് പറയും, ഇന്ന് മുതൽ നിന്റെ അവസരമാണ്. നിന്റെ മണവാട്ടിയോടുള്ള സകല പ്രണയവും ചേർത്ത് വെച്ച് നീ അവൾക്ക് വേണ്ടി അതിമനോഹരമായ ഒരു മണവറ തയ്യാറാക്കണം. അപ്പന്റെ വീട്ടിലെ ഏതെങ്കിലും ഒരു മുറി തോരണം കെട്ടിയും പൂക്കൾ വെച്ചും അലങ്കരിക്കുന്നതല്ല മണവറ തയ്യാറാക്കൽ. സ്വന്തമായി അധ്വാനിച്ച് മനോഹരമായ ഒരു കൊട്ടാരം തന്നെ പണികഴിപ്പിക്കണം. അതിനകത്ത് മണവാട്ടിക്ക് വേണ്ട സകല സുഖ സൗകര്യങ്ങളും മണവാളൻ ഒരുക്കണം. യഹൂദ വിവാഹത്തില് വിവാഹ നാളിൽ മണവാളനും മണവാട്ടിയും മണവറയ്ക്കകത്ത് കയറിയാൽ 41-ാം ദിവസമേ പുറത്തു വരികയുള്ളൂ. ഈ 40 ദിവസവും അവരതിനകത്താണ്. സുഭിക്ഷതയോടെ ആനന്ദത്തോടെ അതിനകത്ത് രണ്ടുപേർക്കും വസിക്കാനുള്ളത് എല്ലാം അതിനകത്തുണ്ടാകണം. അതുകൊണ്ട് അത്യന്തം പ്രതാപത്തോടെ വേണം ഇത് ഒരുക്കാൻ. മണവാളൻ തന്റെ മണവാട്ടിയോടുള്ള സകല പ്രണയവും മനസ്സിൽ വെച്ചുകൊണ്ട് അവളോടുള്ള പ്രണയത്തെ പ്രതി മണവറ തയ്യാറാക്കുന്നു. ഹല്ലേലൂയ. അതുമില്ലേ ഹല്ലേലൂയ. ചിലപ്പോൾ 1 മാസം, ചിലപ്പോൾ 1 വർഷം, ചിലപ്പോൾ 5 വർഷം, ചിലപ്പോൾ 10 വർഷം എടുക്കും മണവാളൻ ഈ മണവറ പൂർത്തിയാക്കാൻ. അവൻ ഇഷ്ടപ്പെട്ടതുപോലെ അവന് പണിത് വെച്ചാൽ അപ്പൻ സമ്മതിക്കില്ല. ഇടയ്ക്ക് പോയി അതിന്റെ വരായികയൊക്കെ നോക്കി ചില ഭാഗങ്ങൾ പൊളിച്ചു പണിയിപ്പിക്കും, ചില കാര്യങ്ങൾ മൊത്തം മാറ്റും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അപ്പന്റെ ഉപദേശമനുസരിച്ച് മകൻ ഈ മണവറ പണിതുകൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ മശിഹ എന്ന മണവാളൻ തന്റെ മണവാട്ടിയാം സഭയ്ക്ക് വിവാഹ നിശ്ചയം ചെയ്തിട്ട് പിതൃസന്നിധിയിലേക്ക് പോകും മുമ്പ് പറഞ്ഞിട്ട് പോയതെന്താ? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം കൊട്ടാരങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് ഇല്ലെന്ന് തന്നെ പറയുമായിരുന്നു. ഉണ്ട് നിശ്ചയം.
ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊട്ടാരങ്ങൾ ഒരുക്കാൻ പോവുകയാണ്. ഞാൻ പോയി കൊട്ടാരങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത്, എന്റെ സ്വർഗ കൊട്ടാരത്തിൽ എന്നോട് കൂടെ എന്റെ മാർവിൽ ചാരി എന്റെ മണവറയിൽ എന്നോടൊപ്പം നിങ്ങളെയും ഇരുത്തേണ്ടതിന് ഞാൻ മടങ്ങി വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ട് മഹോന്നതങ്ങളിലേക്ക് കരയേറിപ്പോയ മഹത്വ മണവാളന്റെ മണവാട്ടിയല്ലേ ഞാൻ നിങ്ങളും. ഹല്ലേലൂയാ. മണവാളൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? മണവറ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയാ. മണവാട്ടി എന്ത് ചെയ്യുന്നു എന്ന് കാണുക. മണവാളൻ പോയി കഴിയുമ്പോ യഹൂദ മതത്തിലെ മണവാട്ടി കുളിക്കും. ആ കുളിയാണ് നമ്മുടെ മാമോദീസ. അവൾ കുളിച്ചു കഴിഞ്ഞ് മണവാളൻ കൊടുത്ത സമ്മാനപ്പെട്ടി തുറന്ന് അതിനകത്ത് നിന്ന് മണവാളൻ കൊടുത്ത അതിമനോഹരമായ പരിമള തൈലമെടുത്ത് തന്നെ ഈ പരിമള തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ഹല്ലേലൂയ. സ്ഥൈര്യലേപനം എന്ന് നമ്മൾ അതിന് പറയും. വിശുദ്ധ മൂർവൻ അഭിഷേകം. ആമേൻ. നാം കർത്താവിന്റെ മണവാട്ടിയാണത്. മൂറിൻ തൈലമാണ്. ദൈവമക്കളെ, അത് കഴിഞ്ഞ് മണവാളൻ കൊടുത്ത പെട്ടിയിലെ വിശേഷപ്പെട്ട ശുഭ്ര നിലയങ്കി എടുത്ത് മണവാട്ടി ധരിക്കും. കർത്താവിന്റെ മണവാട്ടിയുടെ വേഷം ശുഭ്രവസ്ത്രമാണ്. അതാണ് അവൻ നമ്മെ ധരിപ്പിച്ചത്. കുഞ്ഞാടി രക്തത്തിൽ അലക്കി വെളുപ്പിച്ച കറയോ ചുടുക്കുമോ ഇല്ലാത്ത നിർമ്മല നിലയങ്കി. അതാണ് അവൻ നമ്മെ ധരിപ്പിച്ചത്. നാം കർത്താവിന്റെ മണവാട്ടി. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ. ആമേൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ. ദൂതസംഘമാകവേ സദാ സന്നദ്ധരായി ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഹല്ലേലൂയ പാടിടും ഞാൻ. ഈ പാട്ടൊക്കെ മനോഹരം. ഇന്ന് പാട്ട് പാടാനില്ലെങ്കിൽ ആരെങ്കിലും ശുദ്ധവസ്ത്രം എടുത്തുകൊണ്ട് വരുവായിരുന്നു. പാട്ട് പാടുമ്പോൾ മാത്രം പോരാ. കർത്താവിന്റെ മണവാട്ടിയുടെ വേഷമാണ് ശുഭ്രവസ്ത്രം. എന്നിട്ട് അച്ഛൻ കറുത്തതാണല്ലോ ഇട്ടേക്കണെന്ന് നിങ്ങൾ എന്നെ തിരുത്താൻ ശ്രമിക്കുന്നു. ഇതിനുള്ളിൽ വെള്ളയാ. ആമേൻ. ഇത് ഞങ്ങളുടെ ഔദ്യോഗിക വേഷമാണ്. എന്താ ഈ കറുത്തത് ഇട്ടേക്കണെന്നല്ലേ? ഈ വിശ്വാസികളുടെ മുഴുവൻ പാപമാകുന്ന കറുപ്പാണ് ഞങ്ങൾ ഈ ചുവന്നുകൊണ്ട് കിടക്കുന്നത്. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഇടുവിൽ നിൽക്കുന്ന പുരോഹിതന്മാർ. ആമേൻ. ദൈവമക്കളെ, ഉള്ള പരിശുദ്ധമായിരിക്കട്ടെ, വസ്ത്രം ശുഭ്രമായിരിക്കട്ടെ. ഞാൻ കർത്താവിന്റെ മണവാട്ടി. ഈ ശുഭ്രവസ്ത്രവും ധരിച്ചു കഴിഞ്ഞ മണവാളൻ കൊടുത്ത പെട്ടിയിലുള്ള മോതിരവും അവളെടുത്ത് വിരലിലേക്ക് അണിയും. ഹല്ലേലൂയ. മോതിരം ഇട്ട് കഴിയുമ്പോൾ അവൾ മണവാട്ടിയ. ഇനി അവൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ക്രിയയുണ്ട്. എന്താണെന്നറിയാമോ? യഹൂദ മതത്തിൽ പിറന്നു വീഴുന്നത് പെൺകുഞ്ഞാണെങ്കിൽ സമ്മാനങ്ങൾ കിട്ടും. സമ്മാനം കിട്ടുന്നത് എല്ലാം ഒരേപോലത്തെ സമ്മാനങ്ങളാണ്. എന്താണെന്നറിയോ സമ്മാനം? അതിമനോഹരമായ വിളക്കുകളാണ് ഈ കുട്ടിക്ക് സമ്മാനം കിട്ടുക. വിളക്ക് വിളക്ക് എന്ന് ഇപ്പൊ പറഞ്ഞ ആർക്കും തന്നെ കാര്യം എന്താണെന്ന് മനസ്സിലാവില്ല. കാരണം എല്ലാ വീട്ടിലും സ്വിച്ച് ഇടുമ്പോൾ കത്തുന്ന ഈ ബൾബായതുകൊണ്ട്, ട്യൂബായതുകൊണ്ട് വിളക്ക് കണ്ടിട്ടുണ്ടാവില്ല, മറന്നുപോയിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിത്രത്തിൽ കണ്ടിട്ടില്ലേ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് എന്നൊക്കെ പറയുന്ന പിടിയും വാലുമുള്ള നീളമുള്ളൊരു വിളക്ക്? കണ്ടിട്ടില്ലേ? ആ വിളക്കിന്റെ കാര്യമായി പറയുന്നത്. ചില വലിയ സമ്പന്ന കുടുംബത്തിലെ കൊച്ചാണെങ്കിൽ പൊൻവിളക്ക് കിട്ടും, പ്രഭു കുടുംബത്തിലെ കുട്ടിയാണെങ്കിൽ വെള്ളിവിളക്ക് കിട്ടും, സമ്പന്നന്മാരുടെ വീട്ടിലാണെങ്കിൽ ഓട്ടുവിളക്ക് കിട്ടും, പാവപ്പെട്ടവരുടെ വീട്ടിലാണെങ്കിൽ മൺവിളക്ക് കിട്ടും, അല്ലെങ്കിൽ പാട്ടവിളക്ക് കിട്ടും. പക്ഷെ ഏത് വിളക്കാന്ന് തിരിച്ചറിയാൻ പറ്റില്ല. എല്ലാ വിളക്കും നല്ല പകിട്ടായിട്ടായിരിക്കുക. ഇതെല്ലാം തേച്ച് നീക്കി ഈ കൊച്ചിന്റെ അമ്മ സൂക്ഷിച്ചു വയ്ക്കും. കുട്ടിക്ക് പ്രായപൂർത്തിയാകുമ്പോൾ ഈ വിളക്കെല്ലാം കുഞ്ഞിന് കൊടുത്തിട്ട് പറയും, ഇത് നിന്റെ വിവാഹ നാളിൽ കത്തിക്കാനുള്ളതാണ്, ഇന്നു മുതൽ നീ ഇത് സൂക്ഷിക്കണം. മാത്രമല്ല ഇതിൽ പകരാനുള്ള എണ്ണ നീ തന്നെ കണ്ടെത്തിക്കൊള്ളണം. അന്ന് മുതൽ കൊച്ച അവൾക്ക് കിട്ടുന്ന കംപ്ലീറ്റ് പോക്കറ്റ് മണി ഉപയോഗിച്ച്, എന്തെങ്കിലും ചെറിയ ചെറിയ ജോലി ചെയ്ത് കിട്ടുന്ന പ്രതിഫലം ഉപയോഗിച്ച് ടീൻ കണക്കിന് ഉയരെണ്ണ വാങ്ങി അവളുടെ ഒരു മുറിയിൽ അവർ ശേഖരിച്ച് ചേർത്ത് വയ്ക്കും. ഇതിനാവശ്യം വരുന്നപ്പോഴാണെന്നറിയാമോ? മണവാളൻ പോയി കഴിഞ്ഞ് കുളിച്ച് തൈലം പൂശി ശുഭ്രവസ്ത്രം ധരിച്ച് മോതിരം വിട്ട് കഴിയുന്ന മണവാട്ടി ഈ വിളക്കെടുത്ത് അതിൽ എണ്ണ പകർന്ന് തിരിയിട്ട് കത്തിക്കും. അമ്മേ, അന്ന് മുതൽ പിന്നെ മണവാളൻ വരുന്നത് വരെ
ഈ വിളക്ക് കെട്ടുപോകാതെ തോരത്തോരെ എണ്ണ ഒഴിച്ച് മണവാളൻ വരുന്ന സമയത്തിനായി വഴിക്കണ്ണുമായി അവൾ കാത്തിരിക്കുകയാണ്. ഈ സംഭവമാണ് സുധമുള്ള മത്തായി എഴുതിയ രക്ഷാസുവിശേഷം 25-ാം അധ്യായം 1 മുതൽ 11 വരെ തിരുവചനങ്ങളിൽ യേശുക്രിസ്തു പറഞ്ഞ 10 കന്യകമാരുടെ ഉപമ. കഴിഞ്ഞ ആണ്ടി ഞാനത് ഇവിടെ പറഞ്ഞിട്ട് പോയതാ. നിങ്ങൾ പോയ വഴിക്ക് പുഴ കളഞ്ഞു, മറന്നുപോയി. ദൈവത്തിന് സ്തോത്രം. 10 കന്യകമാരുടെ ഉപമ. സ്വർഗരാജ്യം മണവാളിനെ എതിരേൽപ്പാൻ ദീവേഷ്ടികളുമായി പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യം. അവർ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനങ്ങളുമായിരുന്നു. ബുദ്ധിമതികൾ വിളക്കെടുത്തപ്പോൾ കൂടെ എണ്ണയെടുത്തു, ബുദ്ധിഹീനങ്ങളോ വിളക്കോട് കൂടെ എണ്ണയെടുത്തില്ല. മണവാളൻ വരുവാൻ താമസിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും 10 പേരും മന്ദിച്ച് ബോധം കെട്ട് ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്ന കാഹളം കേട്ടു. 10 പേരും ഉണർന്നു. എന്നിട്ട് അവർ വിളക്ക് കത്തിച്ചപ്പോൾ അപകടം. 5 പേരുടെ വിളക്കിലെ എണ്ണ തീർന്നുപോയി. അവരുടെ വിളക്ക് കത്തുന്നില്ല. ബാക്കി 5 പേരുടെ വിളക്ക് കത്തി. കാരണം അവരുടെ കയ്യിൽ അഡീഷണൽ എണ്ണയുണ്ടായിരുന്നു. ഈ എണ്ണയില്ലാത്തവർ എണ്ണയുള്ളവരോട് ചോദിച്ചു, നിങ്ങളുടെ എണ്ണ കുറച്ച് ഞങ്ങൾക്കും തരാമോ? അവർ പറഞ്ഞു, തരില്ല. അവിടെ എനിക്കൊരു സന്ദേഹമുണ്ട്. ആ ചെയ്തത് മര്യാദയാണോ? ഒരുമിച്ച് പാടിയതല്ലേ, ഒരുമിച്ച് കൂട്ടായ്മ കൂടിയതല്ലേ, ഒരു പള്ളിയിൽ ആരാധിച്ചതല്ലേ, ഒരേ കുർബാന സ്വീകരിച്ചതല്ലേ, ഒരേ കൂട്ടായ്മയിൽ കൈകൊട്ടി ആരാധിച്ചതല്ലേ? കൂട്ടത്തിൽപ്പെട്ട സഹോദരിക്ക് ഒരു പ്രയാസം വരുമ്പോ ഒരു സഹായം ചോദിച്ചാൽ കൊടുക്കണ്ട? നിങ്ങളുടെ അഭിപ്രായം എന്താ? കൊടുക്കണോ വേണ്ടയോ? കൊടുക്കണം. നിങ്ങളാണെങ്കിൽ കൊടുക്കോ? ഇല്ലേ? കൊടുക്കോ? നിങ്ങൾ കൊടുക്കോ സഹോദര? അവർക്കൊരു അഭിപ്രായമില്ല. കൊടുക്കോ? അവർ ചെയ്തത് ശരിയോ തെറ്റോ? അവിടെ പോയി ആകാശക്കുഴപ്പായി. മനസാക്ഷി പറയുന്നു കൊടുക്കേണ്ടതായിരുന്നു. കൊടുക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് മിണ്ടാതിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ സത്യം കേട്ടോ, ഈ ഒരു കാര്യത്തിൽ മാത്രം കൊടുക്കരുത്. ഈ എണ്ണ എന്ന് പറയുന്നത് ആ കന്യകമാർ അവരുടെ ജീവിത സുഹൃതങ്ങളെയാണ് എണ്ണയായി ഇവിടെ കാണിക്കുന്നത്. ഹല്ലേലൂയ. അവരുടെ ജീവിത സുഹൃതങ്ങളായിരുന്നു ഈ എണ്ണ. ഇത് അവർ സമ്പാദിച്ചതാണ്. അവർ സമ്പാദിച്ച ജീവിത സുഹൃതങ്ങളും അവരുടെ വിശുദ്ധിയും അവരുടെ വിശ്വാസവും അവരുടെ തീക്ഷ്ണതയും കൂടെ പ്രാർത്ഥിക്കുന്നവരുടെ ആയിട്ട് പങ്കുവച്ചിട്ട് അവരെ സ്വർഗത്തിൽ തള്ളികയറ്റി വിടാനുള്ളതല്ല. ആമേൻ. അവരവർക്ക് വേണ്ടത് അവരവർ സമ്പാദിക്കണം. അവർ കൊടുക്കാതിരുന്നത് നന്നായി. ഞാനാണെങ്കിൽ കൊടുക്കില്ല, നിങ്ങൾ കൊടുക്കുന്നല്ലേ പറഞ്ഞു. അപ്പോൾ മനസ്സിലാക്കിക്കോ, കൊടുക്കരുത്. ഇനി ആ അച്ഛന്മാരൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരാ, അവരുടെ വിശ്വാസത്തിന് വലയിൽ തൂങ്ങി സ്വർഗത്തിൽ കയറാൻ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടത്തില്ല, ഞാൻ തരിക. അവരവർക്ക് വേണ്ടത് അവരവരെ കരുതിക്കോണം. ആമേൻ. അപ്പോൾ മറ്റവർ സങ്കടപ്പെട്ടു, ചന്തയിൽ പോയി വാങ്ങാൻ പറഞ്ഞു. അവർ ചന്തയ്ക്ക് പോയി. അപ്പോഴാണ് തമ്പുരാൻ മണവാളൻ വന്നത്. മണവാളൻ വരുന്ന കാഹളം കേട്ട എല്ലാവരും ഉണർന്നു. മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ ദിവ്യഷ്ടികളുമായി അകത്ത് പ്രവേശിച്ചു. മറ്റവർ ചന്തയിൽ പോയപ്പോൾ രാത്രി ചന്തയുണ്ടോ. അവസാനം മുട്ടിത്തുറപ്പിച്ച എണ്ണയും വാങ്ങി തിരിച്ചു വന്നപ്പോൾ വാതിലടച്ചിരിക്കുന്നു. പ്രഭോ പ്രഭോ, ഞങ്ങൾക്കും കൂടെ വാതിൽ തുറക്കണമേ എന്ന് പറഞ്ഞപ്പോൾ അകത്ത് നിന്ന് കഠിനകഠോരമായ ഒരു ശബ്ദമാണ് കേട്ടത്. ഞാൻ നിങ്ങളെ അറിയുന്നില്ല. കാത്തിരുന്നതാണ് കാര്യം, പക്ഷെ ഒരുക്കമുണ്ടായിരുന്നില്ല. ആമേൻ. ഒരുങ്ങിയിരിക്കണം. കാത്തിരുന്ന പോരാ, ഒരുങ്ങിയിരിക്കണം. എണ്ണയുണ്ടോ നിന്റെ വിളക്കിൽ? എണ്ണയുണ്ടോ നിന്റെ വിളക്കിൽ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? നിർമ്മലമാം നീതി വസ്ത്രം. ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാമെന്നോർത്ത് ഒരു വരി പാടി തുടങ്ങിയത്. നിങ്ങളത് ഏറ്റെടുത്ത ചോദ്യം ഇപ്പോൾ എന്നോടായി. നല്ല മനുഷ്യർ ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഇത് ആരോട് ചോദിക്കുന്ന ചോദ്യ? സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം. എണ്ണയുണ്ടോ വിളക്കില്? ഒരുങ്ങിയിട്ടുണ്ടോ? കത്തിച്ച വിളക്കുമായി മണവാളനെ എതിരേൽപ്പാൻ കാത്തിരുന്ന കന്യകമാർക്ക് തുല്യരാണ് നമ്മൾ. മണവാളൻ വരുമ്പോൾ കത്തിച്ച വിളക്ക് കയ്യിലില്ലെങ്കിൽ പുറത്ത്. വിളക്ക് കത്തിയിരിക്കുന്നെങ്കിൽ മണവാളനോടുകൂടെ അകത്ത്. ഹല്ലേലൂയ. നിന്റെ അരകെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ എന്നൊരു വചനമുണ്ട്. ജാഗ്രത വേണം.
ഒരുക്കം വേണം. ഇല്ലെങ്കിൽ ഛേദം വരും കുഞ്ഞുങ്ങളെ, ഛേദം വരും. നിന്റെ അര കെട്ടിയും വിളക്ക് കത്തിയും കൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞത് പലർക്കും മനസ്സിലായത് പല വിധത്തിലാണ്. പണ്ടൊരു കല്യാണ വീട്ടിൽ ചെന്നപ്പോൾ ഒരു കാരണവർ അരയ്ക്ക് ഒരു തോർത്തെടുത്ത് കെട്ടിവെച്ച് ഒരു വലിയ കടാര ഈ തോർത്തിന്റെ ഇടയ്ക്കൂടെ ഇറക്കി വെച്ചിട്ട് ഒരു കത്തിച്ചെതിരി കൈ പിടിച്ച് നിൽക്കുന്നു, എതിരേക്കാൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്നത് ഈ കടാരയൊക്കെ ആയിട്ട് നിൽക്കുന്നത്? വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടാ നിന്റെ വിളക്കും കത്തിയും കൊണ്ട് നിൽക്കാൻ. എങ്ങനെയുണ്ട്? ഇങ്ങനെയാ പലർക്കും കാര്യം മനസ്സിലാകുന്നത്. കത്തിച്ച വിളക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. പുള്ളിക്ക് കത്തിയും വിളക്കുന്ന മനസ്സിലായത്. ആ കൂട്ടരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ അല്പം സ്പിരിറ്റ് അകത്ത് ചെന്നാൽ ഇതൊക്കെ തോന്നി. മോളിൽ നിന്ന് കിട്ടുന്ന സ്പിരിറ്റ് അല്ല, ബിവറേജിൽ നിൽക്കുന്ന സ്പിരിറ്റ്. എല്ലാ കൊല്ലവും കൺവെൻഷനൊക്കെ പോകും, പക്ഷെ ഇത് മാത്രം മാറില്ല. ഒരുങ്ങിയിട്ടുണ്ടോ? ഈ സ്പിരിറ്റ് അകത്ത് കയറി നിറഞ്ഞ് പിമ്പിരി പിടിച്ചിരിക്കുമ്പോഴാ തമ്പുരാൻ വരുന്നെങ്കിൽ എന്താവും? കുശുമ്പ് കുത്തിയും വൈരാഗ്യപ്പെട്ടും ഏഷണി കൂട്ടി ഇരിക്കുമ്പോഴാ തമ്പുരാൻ വരുന്നെങ്കിൽ കഥ എന്താവും? എന്താവും? രഹസ്യപാപങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുമ്പോഴാണ് കർത്താവ് വരുന്നതെങ്കിൽ എന്താകും? ആർ യു റെഡി? ഒരുങ്ങിയിട്ടുണ്ടോ? ദൈവവചനം ശക്തമായി രാത്രി എന്നോട് നിങ്ങളോട് ചോദിക്കുകയാണ്. ഈ ലോകത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ നെട്ടോട്ടമോടിയും ലോകത്തെ സ്നേഹിച്ചും ലോകത്തിനു വേണ്ടി പാപത്തെ സ്നേഹിച്ചും മണവാളന് മറന്ന് താൻ മണവാട്ടിയാണെന്നത് മറന്ന് തന്റെ ലക്ഷ്യം മറന്ന് തന്റെ കാത്തിരിപ്പ് മറന്ന് പാപത്തിന്റെ ഉറക്കത്തിൽ മുങ്ങി കാലം പോക്കിയത് മതി. ഉണരുക, കർത്താവിന്റെ മണവാട്ടിയെ ഉണരുക, ഒരുങ്ങിയിരിക്കുക, ഒരുങ്ങിയിരിക്കുക. മണവാളൻ എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരും. മണവറ ഒരുക്കമൊക്കെ പൂർത്തിയാകുമ്പോൾ മണവാളൻ പോയിട്ട് പറയും, അപ്പ മണവറ ഒരുക്കി കഴിഞ്ഞു, മൂടി അവിടെ വയ്ക്കും. പക്ഷെ അപ്പനെ അനുവാദം കിട്ടാതെ മണവാളൻ ഒറ്റയ്ക്ക് പോയി മണവാട്ടിയെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റില്ല. മണവാളൻ പോലും അറിയാതെ അപ്പൻ ക്രമീകരണം ചെയ്ത് ആകസ്മികമായ ഒരു വിരുന്നൊക്കെ ചിട്ടപ്പെടുത്തും. യഹൂദ വിവാഹങ്ങളെല്ലാം നടക്കുന്നത് അർദ്ധരാത്രിയിലാണ്. ഒരു ദിവസം സന്ധ്യ കഴിയുമ്പോൾ ആകസ്മികമായി മകനെ വിളിച്ചിട്ട് അപ്പം പറയും, മോനെ ഇന്ന് രാത്രി നീ പോയി നിന്റെ മണവാട്ടിയെ വിളിച്ചു കൊണ്ടുവരിക. ആമേൻ. അവൻ ആഹ്ലാദ നൃത്തം ചവിട്ടും. അവന്റെ കൂട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് വലിയൊരു സംഘം ആർപ്പോടും കൊമ്പോടും കുടലോടും നൃത്തത്തോടും കൂടെ മണവാട്ടിയുടെ വീട്ടിലേക്ക് കത്തിച്ച ദീപങ്ങളുമായി വലിയ ആരവത്തോടെ പുറപ്പെടുകയാണ്. കർത്താവോ താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. ഈ പാട്ടൊക്കെ കാണാതെ പഠിച്ചു വെച്ചിട്ട് ഇതിന്റെ പശ്ചാത്തലം എന്നാന്ന് പിടികിട്ടിയിട്ടുണ്ടായിരുന്നു. ദൈവമക്കളെ, ഈ വരവായി കാണുന്നത് ആമേൻ. ഈ കാഹളം കേൾക്കാൻ ഒരുങ്ങി നിൽക്കണം. മണവാളൻ എന്ന് വന്നാ പിന്നെ വേറെ ഒന്നും ചിന്തിക്കേണ്ട. ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് കയ്യിലെടുക്കുക, അവനോട് കൂടെ പോവുക. നിനക്ക് വേണ്ടതൊക്കെ അവൻ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എത്രയൊക്കെ സമ്പാദിച്ചു വെച്ചാലും ഒന്നും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ഒക്കില്ല, കൊണ്ടുപോകേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. സമയം തീരാൻ പോവാണേ. ഒരുങ്ങി നിൽക്കേണ്ടത് എന്തുകൊണ്ട്? ഒന്ന്, മരണം എപ്പോൾ വരുമെന്നറിയായികയാൽ ഒരുങ്ങി നിൽക്കണം. രണ്ട്, മണവാളൻ എപ്പോൾ വരുമെന്നറിയായികയാൽ ഒരുങ്ങി നിൽക്കണം. മൂന്ന്, യജമാനൻ എപ്പോൾ വരുമെന്നറിയായികയാൽ. എല്ലാവരും പോയോ? ഉത്തരം കിട്ടിയില്ല. യജമാനൻ എപ്പോൾ വരുമെന്നറിയായികയാൽ ഒരുങ്ങി നിൽക്ക. യജമാനൻ വരുമെന്നേര ഉണർവുള്ളോരായി മുന്തിരിത്തോപ്പിൽ പണി
കാൺമോരോ ധന്യരാം പകലെല്ലാം തൻ കൂടെ പണിതോർ കവനര കെട്ടി പരികർമ്മിച്ചിടും തദനിരുത്തും മേശയ്ക്കായി പരികർമ്മിക്കും സൂതൻ റുക്കുദിശ പാറകലീത മുടയുന്നോരോ മുടി ഹാലേലുയ്യ ചൂടും മകുടത്തിൽ. ഹാലേലുയ്യ. ഒരുപാട് പേര് എന്നെ കൂടെ ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പാട്ട് നമ്മൾ എപ്പോഴും പാടുന്നതാ. യജമാനൻ വരുന്ന സമയത്തെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയയും ഇല്ല. അത് സംബന്ധിച്ച് കർത്താവ് 2-3 ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ഉപമയാണ് താലന്തുകളുടെ ഉപമ. ആമേൻ. ഒരു യജമാനൻ ദൂരദേശത്തേക്ക് യാത്ര പോകുമ്പോൾ തന്റെ വിശ്വസ്ത ഭൃത്യന്മാരിൽ 3 പേരെ വിളിച്ച് ഒരുവൻ 5 താലന്തും ഒരുവന് 2 താലന്തും ഒരു താലന്തും അവരുടെ പ്രാപ്തിക്കനുസരിച്ച് കൊടുത്തിട്ട് ദൂരദേശത്തേക്ക് പോയി. ഈ താലന്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഒരുവൻ 5 കൊടുത്തു, ഒരുവൻ 2 കൊടുത്തു, ഒരുവൻ 1 കൊടുത്തു എന്നല്ലേ? അങ്ങനെ മിക്കവരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. താലന്തുകളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോ ഞാൻ അത്ഭുതത്തോടെ ഓർത്തു. പ്രിയപ്പെട്ടവരെ, ഈ അതെല്ലാ വ്യാഖ്യാനവും പറയാൻ നേരമില്ല. ഒരു വ്യാഖ്യാനത്തിൽ കണ്ടത് ഇങ്ങനെയാണ്: 10,000 പൊൻപണം നിറച്ച ഒരു സഞ്ചിയാണ് ഒരു താലന്ത്. അയ്യോടാ, 10,000 പൊൻപണം നിറച്ച ഒരു സഞ്ചിയാണ് ഒരു താലന്ത്. ഏത് കുതിരപ്പവൻ 10,000 എണ്ണം ഒരു സഞ്ചിക്കകത്ത് നിറച്ചിട്ട് അതാണ് ഒരു താലന്ത്. അങ്ങനെ 5 സഞ്ചി ഒരുത്തന്റെ കയ്യിൽ കൊടുത്തു, 50,000 പൊൻപണം. വേറൊരുത്തന്റെ കയ്യിൽ 2 സഞ്ചി, 20,000 പൊൻപണം. പിന്നൊരുത്തന്റെ കയ്യിൽ 1 സഞ്ചി, 10,000 പൊൻപണം. യജമാനൻ പോയി. 5 സഞ്ചി കിട്ടിയവൻ 5 സഞ്ചി ഉപയോഗിച്ച് അതിലെ സ്വർണ്ണ നാണയം ഉപയോഗിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കി. വേറെ 5 സഞ്ചി കൂടെ നിറച്ചു വെച്ചു യജമാനന് കണക്ക് കൊടുക്കാൻ. 2 സഞ്ചി കിട്ടിയവൻ 2 കൊണ്ട് അവൻ വ്യാപാരം ചെയ്ത് 2 സഞ്ചി കൂടെ നിറച്ചു വെച്ചു. അങ്ങനെ 4 സഞ്ചിയുമായി കാത്തിരിക്കുക യജമാനൻ കണക്ക് ചോദിക്കുമ്പോൾ കൊടുക്കാൻ. 1 സഞ്ചി കിട്ടിയവൻ തൂവാലയിൽ പൊതിഞ്ഞ് കുളിച്ചുട്ടി. തൂവാല എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം ഈ നമ്മുടെ പോക്കറ്റിൽ നടക്കുന്ന ഈ ഒരടി സമചതുരത്തിലുള്ള തൂവാലയാന്ന്. അതൊന്നുമല്ല. ഈ സഹോദരിമാരുടെ തോളത്ത് കിടക്കുന്ന നീളമുള്ള സാധനം ഉണ്ടല്ലോ, ഷോള്, അതാണ് അന്നത്തെ തൂവാല. അതിനകത്ത് ഈ സഞ്ചി അതിനകത്ത് പൊതിഞ്ഞാ കുഴിച്ചിട്ടത്. പ്രിയപ്പെട്ടവരെ, ഈ 5 താലന്ത് കിട്ടിയ ആളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവാൻ തരവില്ല. 2 താലന്ത് കിട്ടിയ ആളെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവാൻ തരവില്ല. 1 താലന്ത് കിട്ടിയ ആളെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവാൻ തരവില്ല എന്ന് പറയണ്ട. വീട്ടിൽ ചെന്ന് കണ്ണാടി നോക്കിയാൽ മതി, കൃത്യമായിട്ട് കാണാൻ പറ്റും. കിട്ടിയ താലന്ത് കുഴിച്ചിട്ടവൻ. ദൈവമക്കളെ, വ്യാപാരം ചെയ്യാതെ മറ്റു കാര്യങ്ങൾക്ക് പോയി, ലോക ഇമ്പങ്ങളിൽ മുഴുകാൻ പോയി, ആസ്വാദനങ്ങളിലേക്ക് പോയി, ഈ ലോകത്തിന് അനുരൂപമായി നടന്നു, ഉത്തരവാദിത്വം മറന്നു. ക്രൈസ്തവ ജീവിതത്തിന് ഉത്തരവാദിത്വങ്ങളുണ്ട്. ഹല്ലേലൂയ. അത് മറന്നു പോകുന്നവരൊക്കെ താലന്ത് കുഴിച്ചിട്ട മൂഢമനുഷ്യന് തുല്യരാണ്. യജമാനൻ അപ്രതീക്ഷിതമായി വന്നു, കണക്ക് ചോദിച്ചു. ആ 5 താലന്ത് കിട്ടിയവൻ 10 താലന്ത് കാഴ്ചവെച്ചിട്ട് പറഞ്ഞു, യജമാനെ 5 തന്നത്, ഇതാ 10. വിശ്വസ്തനും നല്ലവനുമായ ദാസ, നീ എന്റെ 10 പട്ടണങ്ങൾക്ക് അധികാരിയായിരിക്കുക. 10 പട്ടണങ്ങളെ അധികാരി പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവില്ല. അത് നമുക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞാൽ 10 പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആക്കിയവനെ ഒറ്റയടിക്ക്. ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആവാൻ ആൾക്കാർ തലകുത്തി മറിയാം. അന്നേരം അവനെ ഒറ്റയടിക്ക് 10 പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആക്കിയത്. പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത്. 2 കിട്ടിയവൻ 4 കൊണ്ടെന്ന് സമർപ്പിച്ചു. അവനോട് പറഞ്ഞു, നീ എന്റെ 4 പട്ടണങ്ങൾക്ക് അധികാരിയായിരിക്കുക. 1 കിട്ടിയവൻ വന്ന് തലയും ചൊറിഞ്ഞിട്ട് പറഞ്ഞേ, നീ വിതയ്ക്കാത്തടത്ത് കൊല്ലുകയും വിതറാത്തടത്ത് ചേർക്കുകയും ചെയ്യുന്നവൻ നിന്നെ കുറിച്ച് ഞാൻ കേട്ടു, നീ കഠിന മനുഷ്യനെന്ന്. അതുകൊണ്ട് നിന്നെ ഞാൻ കുഴിച്ചിട്ടു, ഇന്നാ എടുത്തോ. എന്ത് ചെയ്തു? ഈ ആയുസ്സിൽ കർത്താവ് തന്ന താലന്തുകൾ, എനിക്ക് ദൈവം തന്ന താലന്ത് ഞാൻ ഈ രാത്രി ഇവിടെ വെച്ച് വ്യാപാരം ചെയ്യുകയാണ്. ഹല്ലേലൂയ. വചനപ്രഘോഷണവരം, ദൈവം എനിക്ക് തന്ന താലന്ത് പൗരോഹിത്യവരം, ഞാൻ കണക്ക് ബോധിപ്പിക്കണം. ദൈവം നിങ്ങളെല്ലാം ചില താലന്തുകളാൽ പോഷിപ്പിച്ചിട്ടുണ്ട്. ഭർത്താവ് എന്ന സ്ഥാനത്ത് ദൈവം വിളിച്ചവരെ കണക്ക് കൊടുക്കേണ്ടി വരും. അപ്പൻ എന്ന സ്ഥാനത്തേക്ക്
ദൈവം വിളിച്ചവരെ കണക്ക് കൊടുക്കേണ്ടി വരും. അമ്മ എന്ന സ്ഥാനത്തേക്ക് ദൈവം വിളിച്ചവളെ നീ കണക്ക് കൊടുക്കേണ്ടി വരും. ഭാര്യ എന്ന സ്ഥാനത്ത് ദൈവം വിളിച്ചവളെ നീ കണക്ക് കൊടുക്കേണ്ടി വരും. മരുമകളെ നീ കണക്ക് കൊടുക്കേണ്ടി വരും. മക്കളെ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. പുരോഹിതന്മാർ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. സുവിശേഷകർ കണക്ക് കൊടുക്കേണ്ടി വരും. എന്തെങ്കിലും കൃപ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച സകലരും കണക്ക് കൊടുക്കേണ്ടി വരും. ഉണ്ടും ഉറങ്ങിയും കാലം നോക്കിയിട്ട് അപ്രതീക്ഷിതമായി യജമാനൻ കണക്ക് നോക്കാൻ വന്നാൽ നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ലജ്ജിച്ച് മുഖം കുനിച്ച് നിന്നിട്ട് കാര്യമില്ല. ഇവന് കയ്യും കാലും കെട്ടി പുറത്തുള്ള അന്ധകാരത്തിൽ തള്ളിക്കളക. അവന്റെ കയ്യിലുള്ള ഒരു താലന്ത് എടുത്ത് 10 ഉള്ളവന് കൊടുക്കുക. ഇല്ലാത്തവനിൽ നിന്ന് അതുകൂടെ എടുക്കും, ഉള്ളവന് പിന്നെയും കൊടുക്കും. ആമേൻ. താലന്ത് വ്യാപാരം ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെട്ടവർ. ഈ രാത്രി അലസത വെടിഞ്ഞ് ഉറക്കം മറന്ന് എഴുന്നേറ്റ് സടകുടഞ്ഞെഴുന്നേറ്റ് ഇനിയുള്ള ശിഷ്ടകാലം കർത്താവിന് വേണ്ടി ആവോളം വിശ്വസ്തയോടെ നല്ല ശുശ്രൂഷ ചെയ്ത് കണക്ക് ബോധിപ്പിക്കാൻ ഒരുങ്ങിക്കൊള്ളുക. സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. നഷ്ടപ്പെടുത്താൻ നമുക്ക് മുമ്പിൽ ഇനി സമയമില്ല. എന്തുകൊണ്ട് ഒരുങ്ങി നിൽക്കണം? 3 കാരണങ്ങൾ. 1, മരണം എപ്പോൾ വരുമെന്നറിയായികയാൽ ഒരുങ്ങി നിൽക്കുക. 2, മണവാളൻ എപ്പോൾ വരുമെന്നറിയായികയാൽ ഒരുങ്ങി നിൽക്കുക. 3, യജമാനൻ എപ്പോൾ വരുമെന്നറിയായികയാൽ ഒരുങ്ങി നിൽക്കുക. സമയത്തും അസമയത്തും ഒരുങ്ങി നിൽക്കുക. ഊണിലും ഉറക്കത്തിലും ഒരുങ്ങി നിൽക്കുക. സദാസമയവും ജാഗ്രതയോടെ ഒരുങ്ങി നിൽക്കുക. ക്രൈസ്തവ ജീവിതം അലസമായി കളയാനുള്ളതല്ല. നമുക്ക് നൽകപ്പെട്ട ജീവിതത്തിന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നറിയാം. ഒരുങ്ങിയിട്ടില്ലാത്ത മണവാട്ടി പുറന്തള്ളപ്പെടും. ഒരുങ്ങിയിട്ടില്ലാത്തവരുടെ മരണം ലാഭമാകില്ല, നഷ്ടമായി പോകും. ഒരുങ്ങിയിട്ടില്ലാത്തവർ കണക്ക് ബോധിപ്പിക്കുന്ന നാളിൽ പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളപ്പെടും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അതുകൊണ്ട് ദൈവമക്കളെ ഒരുങ്ങുക, ഒരുങ്ങുക, ഒരുങ്ങുക. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഇത് തന്നെയാകുന്നു രക്ഷാദിവസം. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുകയും ദൈവം എന്നെയും നിങ്ങളെയും ഈ വചനങ്ങളാൽ ശക്തമായി അനുഗ്രഹിക്കുകയും നമ്മുടെ ഭാവി ജീവിതം കൃപയാൽ ചിട്ടപ്പെടുത്തുകയും നമുക്ക് നിത്യതയിൽ നിത്യാനന്ദം പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. 2025 ആണ്ട് 1-ാം മാസം 14-ാം തീയതി ചൊവ്വാഴ്ച സന്ധ്യയ്ക്ക് ഈ പന്തലിലും ഈ ശബ്ദപ്രതിക്കുള്ളിലും ദൈവവചനം കേട്ട ഒരു കുഞ്ഞുപോലും സ്വർഗത്തിന് നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. കണക്ക് ബോധിപ്പിക്കേണ്ട നാളിൽ ലജ്ജിച്ച് തല താഴ്ത്തി ഇരുട്ടിലേക്ക് തള്ളപ്പെടാതിരിക്കട്ടെ. ഒരാൾ പോലും ആകസ്മികമായി മരണദൂതൻ വരുമ്പോൾ ഒരുങ്ങിയിട്ടില്ല എന്ന കാരണത്താൽ ലജ്ജിച്ചു പോകാൻ ഇടവരാതിരിക്കട്ടെ. മണവാളൻ എഴുന്നള്ളി വരുമ്പോൾ കത്തിച്ച വിളക്കുമായി കാത്തിരിക്കാത്തവളെ കണ്ടിട്ട് പുറത്ത് നിർത്തി ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന ശബ്ദം കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ. ഇന്നത് കേട്ട സകലരും കർത്താവിന് യോഗ്യതയുള്ളവരായി തീരട്ടെ. ആയതിന് ദൈവം എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ. ദൈവം സമൃദ്ധിയായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.